നമ്മുടെ സിദ്ധാർത്ഥ് മൽഹോത്രയെ പറ്റിയുള്ള വീഡിയോയുടെ താഴെ വന്നൊരു കമന്റാണിത്. യെസ്, ദിസ് ഈസ് അബൌട്ട് ഹിം, വിദ്യുത് ജംവാൽ. തീർച്ചയായും നമ്മൾ മലയാളികൾ ഇദ്ദേഹത്തെ അറിയുന്നത് തുപ്പാക്കി എന്ന സിനിമയിലൂടെയായിരിക്കും. പക്ഷെ അതേ വർഷം അതിനു മുമ്പ് അദ്ദേഹം മറ്റൊരു തമിഴ് സിനിമയിൽ അഭിനയിച്ചിരുന്നു. സിനിമയുടെ പേര് ബില്ല 2. അപ്പോൾ നിങ്ങൾ ആ സിനിമ മുഴുവൻ കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ആ സിനിമയിലെ ഇദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ നിങ്ങളൊന്ന് പോയി കാണണം. ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് എ ഹോളിവുഡ് ലെവൽ. ആ ലൊക്കേഷൻസ്, ആ വണ്ടികൾ, ആ കോസ്റ്റ്യൂം, പിന്നെ ഇദ്ദേഹത്തിന്റെ ഫൈറ്റ്. ഒരു തമിഴ് സിനിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മറന്നു പോകുന്ന ഒരു 5 മിനിറ്റ്. ഇതിനുശേഷം നമ്മളിൽ മിക്കവരും ഇദ്ദേഹത്തെ അഞ്ചാൻ എന്ന സൂര്യ സിനിമയിലാവും കണ്ടിട്ടുണ്ടാവുക. എന്റെ ഒരു അഭിപ്രായത്തിൽ ആ സിനിമയിൽ അദ്ദേഹം അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. അതിനേക്കാൾ ഉപരി ഒരു മിസ്കാസ്റ്റുമായിരുന്നു. ഈ ജാതി ഫിസിക്കും ജോ ലൈനും ഉള്ള ഒരുത്തന്നെ തമിഴ് സംസാരിക്കുന്ന ചന്ദ്രു എന്നൊരു കഥാപാത്രമാക്കിയത് ഒട്ടും കൺവിൻസിംഗ് ആയിരുന്നില്ല. ഇനി തമിഴ് സിനിമ വിട്ട് ബോളിവുഡ് സിനിമ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ മുന്നേ അറിയാം. 2011 പുറത്തിറങ്ങിയ ജോൺ എബ്രഹാമിന്റെ ഫോഴ്സ് എന്ന സിനിമയിലെ വില്ലനായിരുന്നു ഇദ്ദേഹം. നമ്മുടെ കാക്ക കാക്ക എന്ന സിനിമയുടെ റീമേക്ക്. ജോൺ എബ്രഹാമിന്റെ ആ ബോഡി, ആ ഫിസിക് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെ ഒരാളെ തല്ലി തോപ്പിക്കുന്ന ഒരു വില്ലന്റെ റോള് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ഇതൊന്നുമല്ലാതെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ വേറൊരു ഐറ്റം ഉണ്ട്, കമാൻഡോ. 2013 ഇറങ്ങിയ പടമാണ്. ഫോഴ്സിലും ബില്ലയിലും തുപ്പാക്കിയിലും ഒക്കെ ഇദ്ദേഹത്തെ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആളൊരു സോളോ ഹീറോയായി വരുന്ന ആക്ഷൻ മൂവി. യെസ്, അതല്ലേ നമുക്ക് വേണ്ടത്. ഇത്രയും കോമ്പാറ്റ് സ്കില്ലുള്ള ഒരുത്തൻ നായകസ്ഥാനത്ത് നിന്ന് വേണം തല്ലാൻ. അപ്പോഴേ അതിന്റെ കിക്ക് ശരിക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ആയപ്പോൾ നേരെ തിയേറ്ററിൽ പോയി പടം കണ്ടു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരു ആർമി ഓഫീസറുടെ കഥയാണ്. അങ്ങനെയുള്ള അയാളുടെ മുന്നിലേക്ക് ഒരു പെൺകുട്ടിയെ കുറെ പേര് ചെന്ന് ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നായകന്റെ പുറകിൽ ഒളിച്ച പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുണ്ടകൾ പറയുകയാണ്, അവളെ ഇങ്ങ് വിട്ടു തന്നേക്ക്, ഇല്ലെങ്കിൽ നീ വിവരം അറിയും, കാരണം ഞാനൊരു പൊളിറ്റീഷ്യൻ ആണെന്ന്. ഓ, അപ്പൊ നിങ്ങളൊരു പൊളിറ്റീഷ്യൻ ആണല്ലേ, എന്നാ നിങ്ങളെ ഞാൻ എന്തായാലും തല്ലിയിരിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടൊരു അടിയാണ്. അയാൾ അങ്ങനെ പറയാൻ വേറൊരു കാരണമുണ്ട്, അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഫസ്റ്റ് ഫൈറ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. ഒരു സിനിമ നടനല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്യാൻ അറിയുന്നവൻ ആ ഒരു മെയ്വഴക്കം നമ്മളത് കണ്ട് വായം പൊളിച്ചിരുന്നു പോകും. അപ്പൊ ഈ പടം എന്ന് പറയുന്നത് നമ്മുടെ രുദ്രാക്ഷം, ഗില്ലിയൊക്കെ പോലെ ഒരു പെണ്ണിനെയും കൊണ്ട് നായകൻ ഓടുന്നതാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ഒന്നുമില്ല, ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് ഫോർ ദ ആക്ഷൻ ബ്ലോക്സ്. പിന്നെ ഈ ഭീകരനായ നായകന് എത്ര ഗുണ്ടകളെ വേണമെങ്കിലും തല്ലിത്തോപ്പിക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഇതിലെന്താ ഒരു കാര്യം എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് ക്ലൈമാക്സിൽ ഇതുപോലൊരു ഭീകരനെ നേരിടാൻ അവർ വേറൊരു ഭീകരനെ ഇറക്കും. അയാളും വലിയ ജാക്കറ്റും സെറ്റപ്പായിട്ടൊന്നും അല്ല വരുന്നത്, ഒരു വൈറ്റ് ടീഷർട്ടും ഒരു ജീൻസും. പക്ഷെ അടിയെന്ന് വെച്ചാൽ വമ്പൻ അടി, നമ്മുടെ നായകന് പറ്റിയ എതിരാളി. അങ്ങനെ ആകെ മൊത്തം പറഞ്ഞ ഒരു പെർഫെക്റ്റ് ആക്ഷൻ മൂവി കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ സിനിമ തീർച്ചയായും കണ്ടു നോക്കാം.